നിങ്ങൾ ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ഒരുപക്ഷെ നമ്മൾ എന്തെങ്കിലും ഒരു അപകടത്തിൽ പെടുമ്പോൾ ആ അപകടത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുന്ന, അല്ലെങ്കിൽ അവനോ അവളോ ആരും ആകട്ടെ, നമ്മൾ പറയും അയാളിൽ നമ്മൾ ദൈവത്തെ കണ്ടുവെന്ന്. പക്ഷെ ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം. നമ്മളൊരു അമ്മയുടെ ഉദരത്തിൽ വളർന്നു തുടങ്ങുമ്പോഴേ ആ അമ്മ നൽകുന്ന സ്നേഹം, സംരക്ഷണം, ലാളന, ഇതൊന്നും ഒരിക്കലും നമ്മൾ മറക്കരുത്. അമ്മ എന്ന ആ ഒരു സത്യം മാത്രമാണ് പരമമായ സത്യം. ഈ ഒരു കാര്യം ഓർത്തുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത സെഗ്മെന്റ് കാണാം, എൻ്റെ അമ്മ. കൈരളിയുടെ എല്ലാ വീട്ടമ്മമാർക്കും നമസ്കാരം. അമ്മയെപ്പറ്റി സംസാരിക്കുമ്പോൾ എനിക്ക് മറ്റു പലരെയും പോലെ വളരെ വാചാലമാകാൻ സാധിക്കും. എൻ്റെ അമ്മ കോട്ടയം നഗരത്തിൽ ജനിച്ച് കാഞ്ഞിരക്കാട്ട് വീട്ടിൽ ഓമനയമ്മ മല്ലപ്പള്ളി എന്ന് പറയുന്ന വളരെ അപരിഷ്കൃതമായ ഒരു ഗ്രാമത്തിലേക്ക് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് വന്ന ഒരാളാണ്. പക്ഷെ എനിക്ക് അമ്മയുടെ ഈ അനുഭവ കഥകൾ പറയുന്നതിനുള്ള എക്സ്പീരിയൻസ് ഇല്ല. കാരണം എൻ്റെ അമ്മ ഒരുപാട് വർഷം മുൻപ്, 10-16 വർഷം മുൻപ് എന്നെയും എൻ്റെ കുടുംബത്തിനെയും വിട്ടിട്ട് പോയി. ഞാനെപ്പോഴും ആലോചിക്കാറുണ്ട്, അന്ന് അത്രയും വർഷം മുൻപ് ഒരു നഗരത്തിൻ്റെ എല്ലാ സൗകര്യങ്ങളിൽ നിന്നും വളരെ ഗ്രാമത്തിലേക്ക് ഒരാൾ വരുമ്പോൾ, ഇലക്ട്രിസിറ്റി പോലും ഇല്ലാത്തൊരു ഗ്രാമത്തിലേക്ക് ഒരാൾ വരുമ്പോൾ എത്രമാത്രം ബുദ്ധിമുട്ടുകൾ, എത്രമാത്രം സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ടിട്ടുണ്ടാവണം. കാരണം ഒരിക്കലും എൻ്റെ ഓർമ്മയിൽ എൻ്റെ അമ്മ എന്തെങ്കിലും പരാതി പറയുന്നതായിട്ടോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണെങ്കിൽ എല്ലാ ദിവസവും ഉച്ചയ്ക്കുള്ള ഭക്ഷണം അത് ചൂടാറാതെ ഇരിക്കാൻ വേണ്ടി ഉണ്ടാക്കി ഉച്ചയ്ക്ക് എനിക്കും എൻ്റെ അനിയനും സ്കൂളിൽ കൊണ്ടുത്തരുന്ന ഒരാളായിരുന്നു എൻ്റെ അമ്മ. അമ്മയ്ക്ക് ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. കാരണം അമ്മയ്ക്ക് തീർച്ചയായിട്ടും കല ഇഷ്ടമായിരുന്നു, അല്ലെങ്കിൽ ഞാനൊരു കലാകാരനാവുന്നത് ഇഷ്ടമായിരുന്നു. ദൗർഭാഗ്യവശാൽ ഇതൊന്നും കാണാൻ അനുവദിക്കാതെ ഈ ഭൂമിയിലെ അമ്മയുടെ ഇവിടുത്തെ സന്ദർശനം വെട്ടിച്ചുരുക്കി ജഗദീശൻ അമ്മയെ തിരികെ വിളിച്ചുകൊണ്ട് പോയി. എൻ്റെ അമ്മ മരിച്ച് ഏതാണ്ട് ഒരു 1-2 മാസത്തിനുള്ളിൽ തന്നെ ഞാനൊരു സിനിമയുടെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് പോയി. കാരണം എനിക്കൊരുപാട് ബുദ്ധിമുട്ടുകളുള്ള സമയമായിരുന്നു. പക്ഷേ എൻ്റെ അമ്മയ്ക്ക് ഒരുപാട് ആഗ്രഹമായിരുന്നു ഞാനൊരു സിനിമയിൽ വരുന്നത്. പക്ഷേ ഇന്ന് ഞാനൊരു സിനിമ താരമായി. ഇതൊന്നും കാണാൻ ഇന്ന് എൻ്റെ അമ്മ കൂടെയില്ല. പക്ഷെ അമ്മ നഷ്ടപ്പെട്ടു പോയൊരു വീടെന്ന് പറയുമ്പോൾ എനിക്ക് ഈ അമ്മയുടെ സാന്നിധ്യം നൽകുന്നതിനെക്കാട്ടിലും അമ്മയുടെ അസാന്നിധ്യം നൽകുന്ന കാരണങ്ങളായിരിക്കും ഒരുപക്ഷെ ഇപ്പോൾ പറയാൻ ഇഷ്ടപ്പെടുന്നത്. കാരണം അമ്മയില്ലാത്ത വീട് എന്ന് പറയുന്നത് ചിലന്തി മൂടി മാറാല പിടിച്ച വീട് പോലെയാണ്. അവിടെ പ്രകാശമില്ല. അമ്മയാണ് പ്രകാശം, അമ്മയാണ് വിളക്ക്. അമ്മ നഷ്ടപ്പെട്ടു പോയാൽ ഒരു വീട് തന്നെ കരിന്തിരി കത്തിപ്പോവും. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. എനിക്ക് തോന്നുന്നു ഒരിക്കലും ഒരു പുരുഷൻ, ഒരു ബ്രെഡ് വിന്നർ, ഞാൻ ഇന്നൊരു ഭർത്താവാണ്, അച്ഛനാണ്, പക്ഷേ ഒരിക്കലും ഒരു പുരുഷൻ്റെ അസാന്നിധ്യം ഒരു വീടിന് ഒരുപക്ഷെ എൻ്റെ ഒരു സാമ്പത്തികമായ അല്ലെങ്കിൽ സാമ്പത്തിക വശം ആലോചിച്ച് കഴിഞ്ഞാൽ വലിയ നഷ്ടങ്ങളൊന്നും ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അമ്മ എന്ന് പറയുന്ന വീടിൻ്റെ വിളക്ക് നഷ്ടപ്പെട്ടു പോയാൽ വീട് പോയി. അപ്പം അങ്ങനെ അമ്മയില്ലാത്ത വീട്ടിൽ വളർന്ന് ഇന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ അമ്മയുടെ വില എന്താണെന്ന്, അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ ഒരു പ്രോഗ്രാമിലൂടെ ഒന്നും പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യങ്ങളല്ല. അമ്മയുടെ നഷ്ടം എന്ന് പറയുന്നത് ഒരു വലിയ നഷ്ടം തന്നെയാണ്. ഇന്ന് ഞാൻ നോക്കുമ്പോൾ ഇതൊന്നും കാണാനില്ല. ഒരുപക്ഷെ എൻ്റെ അമ്മ ആഗ്രഹിച്ച പോലെയുള്ള ഒരു കലാപരമായ രംഗത്തുള്ള എൻ്റെ ഒരു അല്ലെങ്കിൽ എന്നെ ഒരു നടനായിട്ടോ അല്ലെങ്കിൽ ഒരു സഹസംവിധാനമായിട്ടോ ഒക്കെ കാണാൻ ഒക്കെ അമ്മയെ ഏറ്റവും ആഗ്രഹിച്ച അമ്മയാണ്. അമ്മയ്ക്ക് അല്ലെങ്കിൽ ഞാനൊരു ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് വീട്ടിൽ ഒരുപാട് എതിർപ്പുണ്ടായിരുന്നു. പക്ഷെ അമ്മ എന്നെ അന്നും പ്രോത്സാഹിപ്പിച്ചിരുന്നു കളിക്കാൻ വേണ്ടി. എൻ്റെ ഫാദർ വോളിബോൾ പ്ലെയർ ആയതുകൊണ്ട് അദ്ദേഹം വോളിബോൾ കളിക്കാൻ പറയുമായിരുന്നു. പക്ഷേ ഇതൊന്നും ഇത്തരം എന്തെങ്കിലുമുള്ള കാര്യങ്ങൾ, ഞാനൊരു വൃത്തിയായിട്ട് ക്രിക്കറ്റ് കളിക്കുന്നു അല്ലെങ്കിൽ ഞാൻ ഈ കലാപരമായ രംഗത്ത് വരുന്നൊന്നും കാണാൻ നിൽക്കാതെ അമ്മയെ ദൈവം വിളിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ആലോചിക്കും ഈ ദൈവം എത്ര ക്രൂരനാണെന്നുള്ളത്. പിന്നെ വളരെ സിനിക്കലായിട്ട് പറയുന്നതായിരിക്കും അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ. പക്ഷേ ദൈവത്തിൻ്റേതായിട്ടുള്ള ഓരോ പദ്ധതികൾ കാണും. പക്ഷേ എന്നും
അമ്മ എന്ന് പറയുന്നത് സത്യമാണ്, വെളിച്ചമാണ്, വിളക്കാണ്. അമ്മയില്ലെങ്കിൽ വീടില്ല.